നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ശാന്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെ ഇന്ധന പ്രതിസന്ധി പരിഹരിക്കുമെന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്, നമ്മുടെ ഭാരതവും നോക്കുകയാണ്. ആ ഒരു ഇടയ്ക്കാണ് UAE ഒപ്പക്കിൽ നിന്നും പിന്മാറിയത്. 2 ദിവസമായിട്ടുള്ളൂ അവരുടെ പ്രഖ്യാപനം. അതെ 48 മണിക്കൂർ. അതെ. നരേന്ദ്രമോദി നോർഡിക് ഉച്ചകോടിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കോ അത് കഴിഞ്ഞിട്ടോ UAEയിലെത്തും. സാധ്യതയുണ്ട്, വളരെ സാധ്യത. അവിടുത്തെ രാഷ്ട്രത്തലവനുമായിട്ട് നിർണായകമായ ചർച്ച നടത്തുമെന്ന് പറയും. ഒരു പെട്ടെന്നുള്ള മോദിയുടെ സന്ദർശനം UAEയിലേക്ക് ഒരു ഐക്യദാർഢ്യം അറിയിക്കാനും കൂടിയാണ്. മറ്റേ ഒപ്പക്കിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഒപ്പമുണ്ട് എന്നറിയിക്കാനും, പിന്നെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഏതാണ്ടൊക്കെ സംഘർഷാവസ്ഥയിലിരിക്കുന്ന UAEയുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഇന്ത്യയുടെ ഐക്യദാർഢ്യം. അതിനപ്പുറം എന്തായിരിക്കാം മോദിയുടെ? ശരിയാണ്, താങ്കൾ പറഞ്ഞ കാര്യങ്ങളോടെല്ലാം ഞാൻ യോജിക്കുന്നു. ഞാൻ ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ ഒരു നയതന്ത്ര വിദഗ്ധനൊന്നുമല്ല. പക്ഷേ ഈ വളരെ ചെറിയൊരു കാലം മാധ്യമപ്രവർത്തനം നടത്തിയ അതിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ആ പരിചയത്തിൽ ചില കാര്യങ്ങൾ പറയാം. ശരിയാണ്, ആകസ്മികമാണ് ഈ സന്ദർശനം. അത് താങ്കൾ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. വളരെ പെട്ടെന്ന്, കാരണം അങ്ങനെ അങ്ങ് 6 മാസം മുമ്പേ, സാധാരണ പ്രധാനമന്ത്രിയുടെ വിദേശരാജ്യ സന്ദർശനങ്ങൾ ഒരു 3 മാസം മുമ്പെങ്കിലും തീരുമാനിക്കപ്പെടും. നമുക്കറിയാം, നോർവേയിലെ ഉച്ചകോടി വളരെ നേരത്തെ തീരുമാനിച്ചു. പക്ഷെ ആ ഉച്ചകോടിക്കിടയിൽ UAEയിൽ ഒരു ഇടപെടൽ, ഒന്ന് സാന്നിധ്യം അറിയിക്കുക, അത് വളരെ നേരിട്ട് ചെന്ന് അത് ആകസ്മികമായിട്ടുണ്ടാകുന്നതാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ചിലപ്പോൾ എനിക്ക് തെറ്റുപറ്റാം, കുറച്ച് നേരത്തെ തീരുമാനിച്ചതാകാം. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഈ എണ്ണ വിൽപ്പന, ക്രൂഡ് ഓയിൽ വിൽപ്പന രാഷ്ട്രങ്ങളുടെ സമിതിയിൽ നിന്ന് UAE ഒപെക് നിന്ന് ഓയിൽ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് വിൽക്കുന്ന ആ കമ്പനി, ആ ഒരു സമിതിയിൽ നിന്ന് ഈ UAE പുറത്തു പോയിരിക്കുന്നു. UAE നമ്മളുമായിട്ട് വളരെ പണ്ട് തൊട്ടേ നല്ല ബന്ധമാണ്. നമ്മുടെ ധാരാളം മലയാളികൾ അവിടെ UAEയിൽ ജോലി ചെയ്യുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ വ്യവസായികൾ, സിഖുകാർ, അതുപോലെ തന്നെ മറ്റ് പാഴ്സികളും ഒക്കെ UAEയുമായിട്ട് നല്ല വളരെ ആഴത്തിലുള്ള ഒരു ബന്ധം നമുക്കുണ്ട്. UAEയിലെ കേരളത്തിലെ ഒരു അടുത്ത ബന്ധു വീടുകളാണ്. കേരളത്തിലൊരു വ്യവസായി ഇവിടെ ഒരു സംരംഭം തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ അടുത്ത അപ്ഡേഷൻ തമിഴ്നാട്ടിലോ ബാംഗ്ലൂരിലോ അല്ല, UAEയിലാണ്. അവിടെ ചെന്ന് അവിടെ ഒരു ഓഫീസ് തുറന്നു. അത് വളരെ ശരിയാണ്. അപ്പോൾ UAE നമുക്ക് ഒരു ഈ പറഞ്ഞതുപോലെ ഒരു ബന്ധുഗ്രഹമാണ്. ഇരിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ UAE ഈ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രങ്ങളുടെ എണ്ണ ഉൽപ്പാദന രാഷ്ട്രങ്ങളുടെ സമിതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. അതിൻ്റേതായ കാരണങ്ങളുണ്ട്. എല്ലാ രാഷ്ട്രങ്ങളും അവരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്. അവിടുത്തെ ജനങ്ങളുടെ ഹിതമാണ് അവർക്ക് മുൻഗണന. അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കക്കാരുടെ വെൽഫെയറാണ് നോക്കുന്നത്. അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ വെൽഫെയറാണ് നോക്കേണ്ടത്. അതുപോലെ UAEയുടെ ഭരണാധികാരി UAEയിലെ ജനങ്ങളുടെ, പൗരന്മാരുടെ ഉന്നമനമാണ് ലക്ഷ്യമിടേണ്ടത്. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ അവർക്ക് തോന്നി, ഇതിനകത്ത് ഇനി നിൽക്കണ്ട, നമുക്ക് നമ്മുടേതായ ഒരു മാർഗം പിടിക്കാം. അങ്ങനെ ഒരു രാഷ്ട്രം ചിന്തിച്ചു മാറണമെങ്കിൽ, പ്രത്യേകിച്ച് ഇതെന്ന് പറയുന്നത് നിസ്സാരമല്ല, കോടാനുകോടികളുടെ കച്ചവടമാണ്, സഹസ്ര കോടികളുടെ കച്ചവടമാണ്, അല്ലെങ്കിൽ ലക്ഷം കോടികളുടെ കച്ചവടമാണ്. അപ്പോൾ അവിടെ വലിയ റിസ്ക്കാണ് ഒരു തീരുമാനം എടുക്കുന്നത്, നിസ്സാരമല്ല. ഇങ്ങനെ ഒരു സമിതിയിൽ നിന്ന് പുറത്തു പോകാൻ, പ്രത്യേകിച്ചും സൗദി ലീഡ് ചെയ്യുന്ന, സൗദി എന്ന് പറയുന്ന ഈ ഇസ്ലാമിക രാജ്യം, മൊത്തം 57 ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രബലവും മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളുടെയും കേന്ദ്ര ബിന്ദുവുമായിരിക്കുന്നത്, സാമ്പത്തികമായും ആത്മീയമായും സാമൂഹികമായും രാഷ്ട്രീയമായും ഒക്കെ അതിൻ്റെ എല്ലാം കൺട്രോൾ വരുന്നത് അത് UAE. ഞാൻ പറഞ്ഞത് സൗദിയെ കുറിച്ചാണ്. സൗദി, പക്ഷെ സൗദിയാണ് കേന്ദ്ര ബിന്ദു. സൗദിയിലാണ് മക്ക ഉള്ളത്, സൗദിയിലാണ് കാബ ഉള്ളത്, അവിടെയാണ് ഹജ്ജിന് പോകുന്നത്. അപ്പോൾ ലോക മുസ്ലിങ്ങളുടെ ഒരു നിയന്ത്രണം അത് സൗദിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ സൗദിയെ ധിക്കരിച്ചുകൊണ്ട് എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളുടെ സമിതിയിൽ നിന്ന് UAE പുറത്തു വരണമെങ്കിൽ അത് ആ UAEക്ക് കനത്ത ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ, കരുത്തുള്ള ഒരു സുഹൃത്തിൻ്റെ സഹായം വേണം. അവിടെ നമ്മൾ കാണുന്ന ഒന്നാമത്തെ കാഴ്ച, ഇപ്പോൾ ഈ ഇറാൻ GCC രാഷ്ട്രങ്ങളെ ആക്രമിച്ചു. ഇവിടെ ഇപ്പോൾ മലയാളികൾക്ക് ഒരു സങ്കടവുമില്ല.
കാരണം മലയാളികൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നത് UAE-യിലും സൗദിയിലും ഒമാനിലും ഒക്കെ, ബഹ്റിനിലും ഖത്തറിലും ഒക്കെ ഉണ്ട് അല്ലേ? അവർക്ക് എന്ത് ആപത്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇറാൻ, ഹമാസ്, ഹൂതികൾ, ഹിസ്ബുള്ള, ഇതാണിപ്പോൾ മലയാളിക്ക് വിഷയം. പക്ഷേ UAE-ക്ക് അതല്ല. അവർക്ക് ബോധമുണ്ട്, അവർക്ക് വരും വരായികൾ അറിയാം, വരാൻ പോകുന്ന വെല്ലുവിളി എന്താണെന്നറിയാം. അവർ വളരെ കൃത്യമായിട്ട് ഇസ്രയേലുമായിട്ട് ചർച്ച നടത്തി ഈ UAE-യെ ആക്രമിക്കാൻ. UAE-യിൽ അമേരിക്കയുടെ ബേസുണ്ട്, സൗദിയിൽ അമേരിക്കയുടെ ബേസുണ്ട്, എല്ലാ GCC രാജ്യങ്ങളിലെ 6 രാജ്യങ്ങളിലും അമേരിക്കൻ ബേസ് ഉണ്ട്, ആർമി ബേസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇറാന്റെ മിസൈൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയ്ക്ക് ഇടം കൊടുത്തത് കൊണ്ടാണ്. അല്ല, അമേരിക്കയ്ക്ക് ഇടം കൊടുത്തു എന്നതുകൊണ്ട് അങ്ങനെ ആക്രമിക്കാമോ രാജേഷ് ജി? ഈ പറയുന്ന GCC രാഷ്ട്രങ്ങൾ ഏതെങ്കിലും ഇറാനെ ആക്രമിച്ചോ? ഇല്ല. പക്ഷെ തീർന്നില്ല. അമേരിക്കയ്ക്ക് അല്ല, അവിടെ ഒരു ചോദ്യം കൂടി, സൈനിക താവളം ഒരുക്കി കൊടുത്തു. അല്ല, അതവിടെ നിൽക്കട്ടെ. ഒരു ചോദ്യം കൂടി ഉണ്ട്. ആ സൈനിക താവളങ്ങളിൽ നിന്നാണോ അമേരിക്ക ഇറാനെ ആക്രമിച്ചത്? ആണ്. അല്ല. ഇല്ലില്ല. അമേരിക്കൻ വിമാനങ്ങൾ അവിടെ ഖത്തറിൽ ചെന്നിട്ടാണ്, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നും ഇറാനിലേക്ക് 2000 കിലോമീറ്റർ ഉണ്ട്. ആ വിമാനം ഒറ്റയടിക്ക് പറക്കില്ല. അവർ ഖത്തർ ബേസിൽ ചെന്നിട്ടാണ് അവിടെ നിന്ന് നമ്മുടെ ആദ്യം ഇറാന്റെ മാസങ്ങൾക്ക് മുമ്പുള്ള ആക്രമണം തുടങ്ങുന്നത്. ഇറാനിലെ ബങ്കർ ബസ്റ്റർ ബോംബിട്ടത്. അല്ല രാജേഷ് ജി, അതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ഇത് നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. യൂറോപ്പിൽ നിന്നാണ്, യൂറോപ്പ് ബേസ് ചെയ്തിട്ടാണ് അമേരിക്ക ഇവരെ ആക്രമിച്ചിരിക്കുന്നത്. കാരണം അമേരിക്കയ്ക്ക് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. മാത്രമല്ല UAE അടക്കമുള്ള ഈ ഖത്തറിൻ്റെ കാര്യത്തിലും ഞാൻ അത്ര പരിപൂർണമായിട്ട് അത് വിശ്വസിക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ. വാർത്തകൾ വന്നിട്ടുണ്ട്. ഖത്തറിനെ ഇവർ ആക്രമിക്കുകയും ചെയ്തു, തിരിച്ച് ഇറാൻ. പക്ഷെ ഞാനൊരു കാര്യമുണ്ട്, UAE അവരുടെ അമേരിക്കൻ സൈനിക ബേസ് കൊടുത്തിട്ടില്ല. അവർ ഈ പറയുന്നത് പോലെ ആ സൈനിക ബേസിൽ നിന്നല്ല പോർവിമാനങ്ങൾ പറന്നുയർന്നത്, സൗദിയിൽ നിന്നല്ല പറന്നുയർന്നത്, ഒമാനിൽ നിന്നല്ല പറന്നുയർന്നത്. പക്ഷേ ഈ രാഷ്ട്രങ്ങളെല്ലാം ആക്രമിക്കാൻ ഇറാൻ തയ്യാറായി, അവിടേക്കെല്ലാം മിസൈൽ അയച്ചു. അപ്പോൾ UAE-ക്ക് വലിയ നാശമുണ്ടാകും എന്ന് മനസ്സിലായപ്പോൾ UAE എന്ത് ചെയ്തു? ഇസ്രായേലിനോട് സഹായം ചോദിച്ചു. ഇസ്രായേലുകാരൻ അവിടെ ആയതുകൊണ്ടും ഇസ്രായേലുകാർക്ക് അവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ഈ സൗദിയുമായിട്ടും UAE-യുമായിട്ടും ഒക്കെ അവർ വളരെ കൃത്യമായിട്ട് അബ്രഹാമിക് ട്രീറ്റി അവർ ഒപ്പിട്ട് കഴിച്ചു. അവിടെ പല കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നു. കാരണം ഇനിയും ഈ പറയുന്ന ജൂത മുസ്ലിം വിരോധമൊന്നും പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാലം ഒരുപാട് മാറി. അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായിട്ട് സഹകരിക്കുന്നതിൽ അവരൊരു തെറ്റും കാണുന്നില്ല. രാഷ്ട്രങ്ങളുടെ സ്വഭാവം മാറി വരികയാണ്. അപ്പോൾ സൗദിയെ സംബന്ധിച്ചിടത്തോളം വികസനവും ഈ പറയുന്ന എന്താ പറയുക, അവിടുത്തെ തദ്ദേശീയരായ ജനതയുടെ ഉന്നതിയും അതാണ് അവർ നോക്കുന്നത്. അവരെന്തിനാണ് നിതാഖത്ത് കൊണ്ടുവന്നത്? അവരത് കൊണ്ടുവന്നത് അവിടുത്തെ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാനാണ്, അല്ലേ? ഇത് മുഴുവനും ഔട്ട്സോഴ്സ് ചെയ്യുക. ഇവിടെ ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെയാണ് ആൾക്കാർ പോകുന്നത്. നോക്കൂ, അവിടെ ചെന്ന് നിലം തുടയ്ക്കാനും ഗാർഡൻ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഗാർഡൻ പരിപാലിക്കാനും ഒക്കെ പാകിസ്ഥാനിയും ബംഗ്ലാദേശിയുമാണ് പോകുന്നത്. ഇവിടുത്തെ ഈ തദ്ദേശീയരായ ജനത ഒരു ചെറിയ വിഭാഗം മാത്രമാണ് പണക്കാർ, അല്ലേ? ബഹുഭൂരിപക്ഷം അങ്ങനെയല്ല. അവർ ഈ കൃഷിയും അതും ഇതും ഒക്കെ ആയിട്ട് ഒട്ടകത്തെ മേക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പോവാണ്, ആട് മേക്കലും ഒക്കെ ആയിട്ട് ജീവിച്ചു പോവാണ്. അവർക്ക് വളർച്ച വേണ്ടേ? ആ പൗരന്മാർക്ക് ഒരു ഉന്നതി ഉണ്ടാകണ്ടേ? ഏത് രാജ്യത്തിൻ്റെയും ഭരണാധികാരി അങ്ങനെയല്ലേ ആഗ്രഹിക്കുകയുള്ളൂ? അത് സൗദിയും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവർ പതുക്കെ അവരുടെ ജനങ്ങളെ പതുക്കെ പഠിപ്പിച്ചും അവരെ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ കൂടുതൽ അവരിലേക്ക് ഈ സ്കിൽ ഡെവലപ്മെൻറ്റ്, നൈപുണ്യ വികസനം കൊണ്ടുവന്നും ഒക്കെ അവരെ വളർത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വളരുമ്പോൾ ഈ നിയമങ്ങളിൽ ഒരുപാട് മാറ്റം വരുത്തണം. അതുകൊണ്ടാണ് ഈ MBS മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന സൗദിയുടെ വരുംകാല ഭരണാധികാരി ആ നിയമങ്ങളിൽ പൊളിച്ചെഴുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. അതുപോട്ടെ, അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ UAE എന്ത് ചെയ്തു? UAE പോയി ഇസ്രായേലിൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളെ സഹായിക്കണം. ഓ പിന്നെന്താ, അവർ അയൺ ഡോം കൊണ്ടുവച്ചു. ഇനി ഒരു മിസൈൽ അവിടെ പതിക്കുമോ? പതിക്കില്ല. മാത്രമല്ല UAE ഈ സമയത്ത് ഇന്ത്യയുമായിട്ട്, ഞാൻ ആദ്യമേ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു, UAE-ക്ക് ഈ എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളുടെ സമിതിയിൽ നിന്ന്, ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഒരു കരുത്തുള്ള സുഹൃത്ത് വേണം. കാരണം എന്താ,
യു എ ഇ മുന്നോട്ട് വെക്കുന്ന യിൽ എണ്ണ ഉൽപ്പാദനമുണ്ട്, അല്ലെങ്കിൽ ക്ക് എണ്ണ കച്ചവടമുണ്ട്. ആ എണ്ണ വാങ്ങാൻ ആൾ വേണം. അത് ഇന്നത്തെ നിലയ്ക്ക് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങാൻ കഴിയുന്ന ഒരു രാഷ്ട്രം ഇന്ത്യയാണ്, അല്ലെങ്കിൽ അമേരിക്കയാണ്. അമേരിക്കയായിട്ട് അവർക്ക് നല്ല ബന്ധമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ നമ്മൾ ഇറാനിൽ നിന്ന് റഷ്യയിൽ നിന്ന് വാങ്ങിയ എണ്ണ ഇന്ത്യ ചെയ്തത് നമ്മുടെ നൈബർ ഫസ്റ്റ് എന്നൊരു ഇന്ത്യയുടെ ഒരു പോളിസി ഉണ്ട്. അങ്ങനെ ബംഗ്ലാദേശിനും ശ്രീലങ്കയ്ക്കും, ബംഗ്ലാദേശിനൊരു കൊടുത്തു, ബംഗ്ലാദേശ് ശ്രീലങ്ക രാജ്യങ്ങൾക്ക് ഇന്ത്യ സംസ്കരിച്ച് മാലിദ്വീപിലടക്കം അതെ ഇന്ത്യ സംസ്കരിച്ച് കൊടുക്കുകയാണ്. അതെ, മാത്രമല്ല ഇന്ത്യ ഇക്കാര്യത്തിൽ നമ്മൾ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത് വെറും ഒരു BJP-കാരൻ ആയ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായ ഒരു പ്രധാനമന്ത്രി അല്ല. ബേസിക്കലി ഗുജറാത്തികളുടെ സ്വഭാവം അങ്ങേക്ക് അറിയാമല്ലോ, ബിസിനസ്സാണ്. എന്ന് വെച്ചാൽ കാപ്പണം, കടൽ കിടന്നുള്ള വ്യാപാരം. അതെ, കാപ്പണം അങ്ങോട്ട് ഇട്ടാൽ അത് ഒരു പണമായിട്ട് തിരിച്ചും കിട്ടണം. ഇതാണ് അവരുടെ പദ്ധതി. അവർ ലോകത്തെവിടെ, നിങ്ങൾ ഗുജറാത്തിൽ ഞാൻ പലപ്പോഴും ഈ അഹമ്മദാബാദിലൊക്കെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഈ തെരുവുകളിലും മാർക്കറ്റുകളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. മറ്റേ ചെറിയ ഒരു കടയായിരിക്കും, ഒരു മാർവാടി അവിടെ ഇരിക്കും, അവൻ്റെ കയ്യിലൊരു ലാൻഡ് ഫോൺ കാണും. ഇപ്പോൾ പിന്നെ അത് മാറി കയ്യിൽ മൊബൈലായി, പക്ഷേ ലാൻഡ് ഫോൺ കാണും, ഒരു ചെറിയ പെട്ടി, കുറച്ച് പേപ്പറുകളും കടലാസും പേനയൊക്കെ വെച്ചേക്കും. യവൻ നടത്തുന്നത് കോടികളുടെ കച്ചവടമാണ് ഒരു ദിവസം. ഇവിടെ വന്ന് രാവിലെ ഈ നിരപ്പലയൊക്കെ തുറന്നു വെച്ച് ഇരിക്കുന്ന അവൻ നടത്തുന്നത് കോടികളുടെ ഇടപാടാണ്. നമ്മൾ അന്തം വിട്ടുപോകും. അത് ഗുജറാത്തികളുടെ രക്തത്തിലുള്ളതാണ്. കച്ചവടത്തിൽ അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. നരേന്ദ്രമോദി അമിത്ഷായും ഒക്കെ കൃത്യമായിട്ട് ആ കച്ചവടം അറിയുന്നവരാണ്. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു, ഈ ഒപെക് രാജ്യങ്ങൾ, എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളുമായിട്ട് മോദി വളരെ തുടക്കം തൊട്ടേ നല്ല ബന്ധമാണ്. അതിന് മോദിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം നമുക്ക് എണ്ണ വേണം. നമ്മൾ ആ എണ്ണ അവരിൽ നിന്ന് വാങ്ങിയിട്ട് എന്താണ് ചെയ്യുന്നത്, ഈ ക്രൂഡ് ഓയിലിനെ സംസ്കരിച്ച് വിവിധ പെട്രോളിയം ഉൽപ്പന്നങ്ങളാക്കി മാറ്റി നമ്മളത് വിൽക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് ആ ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്, അതിനുള്ള റിഫൈനറീസ് നമ്മുടെ കയ്യിലുണ്ട്. അതിപ്പോൾ പലയിടത്തും നമ്മൾ പുതിയ റിഫൈനറികൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വിദേശ നിക്ഷേപം ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ട്. ഇടയ്ക്കൊരു പ്രശ്നം 2 വർഷം മുമ്പാണ് അരാംകോ, സൗദിയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയാണ്. അവർ നമ്മുടെ ആന്ധ്രയിൽ വന്നിട്ട് അവിടെ ഒരു ഏറ്റവും വലിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ എണ്ണ സംഭരണ കേന്ദ്രം, പുതിയ റിഫൈനറി, പക്ഷെ അത് പൈപ്പ് ലൈനിൽ ആയിട്ടില്ല. അവർ വന്നു, പക്ഷെ അതൊരു വലിയ കാലതാമസം ഉണ്ടായി. അല്ല, അതൊക്കെ ഉണ്ടാവും. അല്ല, 2-3 വർഷമായി പ്രഖ്യാപിച്ചിട്ട് തന്നെ കാത്തിരിക്കുകയായിരുന്നു. അല്ല, അതിന് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പരിസ്ഥിതി പ്രശ്നം. പിന്നെ ഇവിടെ ഈ നൂലാമാലകൾ എന്ത് ചെയ്താലും തടസ്സപ്പെടുത്താൻ കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ അത് മറ്റൊരു വിഷയമാണ്, ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ ഇവിടെ നരേന്ദ്രമോദി കൃത്യമായിട്ട് ഈ GCC രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലാണ്. അപ്പോൾ UAE ഇപ്പം ഏതാണ്ടൊരു 1-2 വർഷങ്ങൾക്ക് മുമ്പാണ് UAE ഇന്ത്യയോട് പറഞ്ഞ് ഞങ്ങൾ എണ്ണ തരാം, നമുക്ക് ഇന്ത്യൻ രൂപയിൽ കച്ചവടം നടത്താം. UAE പറഞ്ഞതാണ്. നോക്കൂ, നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന നമ്മുടെ പേ ആപ്പുകൾ, ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ UAE വർക്കാവും. UAE ബാങ്കിങ് സംവിധാനം നമ്മുടെ റിസർവ് ബാങ്കുമായിട്ട് സഹകരിക്കാതെ അത് നടക്കുമോ? നമ്മുടെ രാജ്യത്തെ ഈ ആപ്പ് സേവനം കൊടുക്കുന്ന ടീമുമായിട്ട് സഹകരിക്കാതെ അത് നടക്കുമോ? അപ്പോൾ ഇന്ത്യൻ രൂപയിൽ നമ്മൾ UAE പോയിട്ടൊരു സാധനം വാങ്ങിച്ചാൽ നമ്മൾ ഇന്ത്യൻ രൂപ കൊടുത്താലും അവിടെ സംഗതി നടക്കും, സ്വീകരിക്കും. കാരണം അവർക്ക് ഇന്ത്യയിൽ നിന്ന് വേറെ ഒരുപാട് സാധനങ്ങൾ വേണം. അവരാ ഇന്ത്യൻ രൂപ ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ കച്ചവടം നടത്തുന്നത്, ഇന്ത്യയിൽ നിന്ന് ആ സാധനങ്ങൾ വാങ്ങുന്നത്. ഇതിപ്പോൾ അമേരിക്കയ്ക്ക് വലിയ അടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക വിചാരിച്ചത് ഇന്ത്യ ഡോളർ കൊടുത്ത് സാധനം വാങ്ങും, സാധനം വാങ്ങിയിട്ട് അവർ ആ ഡോളർ തിരിച്ച് ഇന്ത്യക്ക് തന്ന് ഇന്ത്യയിൽ നിന്ന് വേറെ സാധനങ്ങൾ വാങ്ങും. ഇങ്ങനെ കച്ചവടങ്ങളെല്ലാം ഡോളറിൽ കിടന്ന് കറങ്ങും എന്ന് അമേരിക്ക കരുതിയിരുന്നു. അതൊക്കെ തകർന്നു പോയി. അതിനൊന്നും ഇനി ഇപ്പോൾ ട്രംപിന് മനസ്സിലായി, ഇനി ഉപരോധമല്ല, താരിഫല്ല, ഇനി എന്ത് കുന്തം പറഞ്ഞാലും അതൊന്നും ഓടാൻ പോകുന്നില്ല എന്ന് അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് അമേരിക്ക പതുക്കെ പത്തി താഴ്ത്തിയത്. അതിരിക്കട്ടെ, ഇവിടെ നരേന്ദ്രമോദി ചെല്ലുന്നുണ്ട്, അല്ല ഇപ്പോൾ പോകുന്നു. അതിൻ്റെ കാരണവും കൂടി ഞാൻ പറയാം. ഈ കരുത്തുറ്റ ഒരു സൗഹൃദം UAE ഇപ്പോൾ സത്യത്തിൽ സൗദിയുമായിട്ടുള്ള പ്രശ്നമാണ്. ഈ സൗദിയെ UAEയെയും തമ്മിൽ തെറ്റിക്കുന്നത് പ്രധാനമായിട്ടും പാകിസ്ഥാനാണ്. ഈ നുണ പറഞ്ഞു കൊടുക്കുക, ഈ പെണ്ണുങ്ങളെ സ്വഭാവമാണ്. ഞാൻ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്നല്ല, നമ്മുടെ നാട്ടിലുമൊക്കെ ഈ നുണ പറയുന്ന ചില സ്ത്രീകളുണ്ട്. അവരെ പോലെയാണ് ഈ പാകിസ്ഥാൻ. ചെന്നിട്ട് സൗദിയോട് ഇങ്ങനെ നുണ പറഞ്ഞു കൊടുക്കുക, സൗദിയെ സോപ്പിടുക, സൗദി ഭരണാധികാരിയുടെ കാല് തിരുമ്മി കൊടുക്കുക, എന്നിട്ട് മറ്റവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ്.
ഇങ്ങനെ അവരെ ഈ സൗദിക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് ആർമിയില്ല. അവിടെ വലിയ ഇതൊന്നുമില്ല. അവർ ഏതാണ്ട് ഒരു 6 മാസം മുമ്പേ ഇന്ത്യയുമായിട്ടൊരു ചർച്ച നടത്തിയിരുന്നു. അതായത് സൗദിക്ക് ഒരു പുതിയ ആർമി ഉണ്ടാക്കി ആ ആർമിയെ പരിശീലിപ്പിച്ച് കമാൻഡോ ട്രെയിനിങ് ഉൾപ്പെടെ കൊടുത്ത് സുസജ്ജമാക്കി സൗദിയെ തിരിച്ചേൽപ്പിക്കുക. അവിടെ തൊഴിൽ രഹിതരായ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരെ ശാരീരിക യോഗ്യതകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ അവരെ സൈന്യത്തിലെടുക്കുക, പരിശീലിപ്പിച്ച് അതിനൊരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഇന്ത്യ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാകിസ്ഥാൻ ചെന്നൊരു കരാറിലൊക്കെ ഒപ്പിട്ടു. അതായത് ഏത് രാജ്യത്തെ പാകിസ്ഥാനെ ഏത് രാജ്യം ആക്രമിച്ചാലും സൗദി ഇടപെടും, സൗദിയെ ഏത് രാജ്യം ആക്രമിച്ചാലും. പിന്നെ എന്താ പറയുക, ബ്രെഡും ബട്ടറും വാങ്ങാനുള്ള പണം ഇല്ല പാകിസ്ഥാന്. വളരെയധികം ഗതികേടിലാണ്. അവരാകെ ചെയ്യുന്ന അവിടുത്തെ സൈന്യം ഈ പറഞ്ഞതുപോലെ ഈ GCCയിലെ രാഷ്ട്രങ്ങൾക്കടക്കം സേവനം കൊടുത്തുകൊണ്ട് കിട്ടുന്ന നക്കാപ്പിച്ച വാങ്ങി ജീവിക്കുകയാണ്. സൈനിക ഉദ്യോഗസ്ഥരെല്ലാം വലിയ പണക്കാരാണ്. അവർക്കെല്ലാം വിദേശങ്ങളിൽ പല ബിസിനസ്സുണ്ട്. എന്നുവെച്ചാൽ ഈ പാകിസ്ഥാൻ ജനതയുടെ അന്ധമായ ഇന്ത്യ വിരോധവും ഇന്ത്യ വെറുപ്പും മതവും ഒക്കെ ഉപയോഗിച്ച് ജീവിക്കുകയാണ്. അല്ലെങ്കിൽ അതിനെ കൊള്ളയടിച്ച് ചൂഷണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഈ പാകിസ്ഥാൻ്റെ സൈനിക നേതൃത്വം. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്ത്യ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് വെച്ചു. അത് എപ്പോഴത് പ്രാവർത്തികമാകുമെന്നൊക്കെ ചോദിച്ചാൽ സൈനിക രഹസ്യങ്ങളാണ്, നമുക്കത് അറിയാൻ പറ്റില്ല. ഒരു പക്ഷേ അത് നടപ്പിലായിട്ടുണ്ടാകാം, പക്ഷെ അതിനെക്കുറിച്ചൊന്നും അങ്ങനെ പൂർണ്ണമായിട്ടും ഡിഫൻസ് പുറത്തു വിടില്ല. ചിലപ്പോൾ അത് 1-2 വർഷങ്ങളൊക്കെ കഴിഞ്ഞായിരിക്കും അതിനെക്കുറിച്ചുള്ള ഒരു ഞങ്ങൾ സൗദിയെ പരിശീലിപ്പിച്ചു, സൗദി പൗരന്മാർക്ക് കമാൻഡോ ട്രെയിനിങ് കൊടുത്തത് ഇന്ത്യയാണ് എന്നൊക്കെയുള്ള വിവരം പുറത്തു വരുന്നത് വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും. അതുകൊണ്ട് അതെല്ലാം അവിടെ നിൽക്കട്ടെ. UAE ഇപ്പം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കരുത്തുറ്റ ഒരു സുഹൃത്ത് അവർക്ക് ആവശ്യമുണ്ട്. അതിന്ന് ഇന്ത്യയാണ്, നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് മോദിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. മോദി പറഞ്ഞു ശരി, ഞാൻ പോകുന്ന വഴിക്ക് അവിടെ വരാം, നമുക്ക് കാണാം, സംസാരിക്കാം. നിങ്ങളെന്തായാലും ഭയപ്പെടണ്ട, ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന എണ്ണയുടെ അളവ് കുറയ്ക്കില്ല. കാരണം എണ്ണയുടെ അളവ് കുറഞ്ഞാൽ UAEക്ക് അത് വലിയ അടിയാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ഇറാൻ പലപ്പോഴും ഈ അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ പ്രശ്നം തുടങ്ങിയപ്പോൾ തന്നെ ഇറാൻ്റെ ഭരണാധികാരികൾ, ഞാൻ പറയുന്ന അവിടുത്തെ ആത്മീയ ഖൊമേനിയും ഒന്നുമല്ല, പക്ഷേ അവിടുത്തെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയൊക്കെ ഉണ്ട്. അവരെന്താണ് പറഞ്ഞത്? അവിടുത്തെ വിദേശകാര്യമന്ത്രി എന്താണ് പറഞ്ഞത്? ഇന്ത്യ മധ്യസ്ഥത വഹിക്കണം, നരേന്ദ്രമോദി ഇതിൽ ഇടപെടണം. നരേന്ദ്രമോദി ഇടപെട്ടാൽ ഞങ്ങൾ ഒതുങ്ങാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ടീഷനുകളുമായിട്ട് ഞങ്ങൾ ഒതുങ്ങിക്കൊള്ളാം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അവിടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ്റെ കൈവശമുണ്ട്. ഇറാൻ അത് ഇന്ത്യയോ റഷ്യയോ ഏൽപ്പിക്കാം, യുദ്ധം തീരും, യുദ്ധം തീർന്നു. ഇതിന് ഇറാൻ തയ്യാറാവും. എങ്ങനെ? നരേന്ദ്രമോദി ഇടപെട്ടാൽ, പുടിൻ ഇടപെട്ടാൽ. നേരെ മറിച്ച് സി ജിൻപിങ്ങിൻ്റെ പേര് പറയുന്നില്ല. ചൈനയായിട്ട് ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തുന്നത് ഇറാനാണ്. ചൈനയിൽ നിന്നാണ് അവർ ബാലിസ്റ്റിക് മിസൈൽ വാങ്ങുന്നത്. ചൈനയിൽ നിന്നാണ് ഈ പെയിൻ്റ് അടിച്ച തകരപ്പാട്ട വിമാനങ്ങൾ വാങ്ങുന്നത്. ഇതൊക്കെ ഈ പാവം പിടിച്ച ഇറാൻ ചൈനയെ ആശ്രയിച്ചാണ് വാങ്ങുന്നത്. പക്ഷേ ഒരു മധ്യസ്ഥതയ്ക്ക് വരുമ്പോൾ അവർ ആഗ്രഹിക്കുന്നതും അവർ മുന്നോട്ട് വെക്കുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ, ഇന്ത്യയുടെ ഒക്കെ പേരാണ്. അത് തന്നെ നമ്മുടെ വിശ്വാസ്യത. നമ്മൾ ആരോടും നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രീണനവുമില്ല, ആരോടും നമുക്ക് പ്രതിബദ്ധതയുമില്ല. എല്ലാവരോടും നല്ല സൗഹാർദ്ദപൂർണമായിട്ട് ഇടപെടുക, ആരുടെയും കാര്യങ്ങളിൽ അനാവശ്യമായി തലയിടാതിരിക്കുക, അഭിപ്രായങ്ങൾ പറയാതിരിക്കുക. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണം. നോക്കൂ, നമ്മുടെ നയതന്ത്ര വിദഗ്ധരുടെ ഈ കാര്യത്തിലുള്ള പ്രസ്താവനകൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ യുദ്ധം നമുക്ക് വേണ്ട, യുദ്ധം നമുക്ക് വേണ്ട എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിന് യുദ്ധം വേണ്ട. ഇനിയുള്ള കാലം യുദ്ധം ചെയ്ത് വെറുതെ പാഴാക്കാനുള്ളതല്ല. എന്ന് വെച്ച് സൈന്യം വേണ്ടെന്നോ പുതിയ ആയുധങ്ങൾ വേണ്ടെന്നോ സാങ്കേതിക വിദ്യ വേണ്ടെന്നോ അല്ല. അതൊക്കെ നമ്മൾ കൈവശം വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആരും ആക്രമിക്കാതിരിക്കാൻ. അതെല്ലാ രാഷ്ട്രങ്ങൾക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറ്റു രാഷ്ട്രങ്ങളുടെ ആ സ്വാതന്ത്ര്യത്തെ ഇന്ത്യ മാനിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യക്ക് മാത്രമല്ല, നമുക്ക് നമ്മുടേതായ ഈ കാര്യത്തിൽ ഒരു വളർച്ചയുണ്ട്. അതുകൊണ്ട് നമുക്ക് മറ്റാരെയും പേടിയുമില്ല. പക്ഷേ UAEക്ക് ഒരു കരുത്തുറ്റ സുഹൃത്ത് വേണം. അത് അവർ കാണുന്നത് ഇന്ത്യയിലാണ്, പാകിസ്ഥാനിലല്ല, ബംഗ്ലാദേശിലല്ല, ചൈനയിലല്ല, അത് റഷ്യയിൽ പോലുമല്ല. അവർ അത് കണ്ടത്. അവരേറ്റവും കൂടുതൽ സഹായിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക ഇല്ലെങ്കിൽ UAEക്ക് ഇന്ന് നിൽക്കാൻ പറ്റില്ല.
പക്ഷെ അപ്പോഴും അവർ കരുത്തുറ്റ ഒരു സഹായിയെ, ഒരു സുഹൃത്തിനെ തേടുന്നത് ഇന്ത്യയിലാണ്. കാരണം ഇന്ത്യ ഒരിക്കലും ചതിക്കില്ല. നാളെ നരേന്ദ്രമോദി പോയേക്കാം, മറ്റൊരു പ്രധാനമന്ത്രി വന്നേക്കാം, ഭരണം BJPയുടെ നിന്ന് പോയി നാളെ വേറൊരു കക്ഷി വന്നേക്കാം, പക്ഷേ ഇന്ത്യ ഒരിക്കലും അവരെ ചതിക്കില്ല എന്ന് UAEക്ക് മാത്രമല്ല ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കും രാഷ്ട്രത്തലവന്മാർക്കും ആ ഉറപ്പുണ്ട്, ആ വിശ്വാസ്യതയുണ്ട്. അതാണ് ഇവിടെ ഈ വിഷയത്തിലും നമ്മൾ കാണുന്നത്. എന്തായാലും ഈ ഇസ്രയേൽ ഇപ്പോൾ അയൺ ഡോമൊക്കെ കൊടുത്തു, UAE സുരക്ഷിതമാണ്, ആക്രമണങ്ങൾ വന്നാൽ നേരിടാൻ അവർക്ക് കഴിയും. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റ് ചില സഹകരണങ്ങൾ അവർ ഇന്ത്യയുമായിട്ട് ആഗ്രഹിക്കുന്നു. അത് വെറും സാമ്പത്തികം മാത്രമല്ല, അത് വെറും ബിസിനസ് മാത്രമല്ല, അത് വെറും കൊമേഴ്സ്യൽ അല്ല. അതിനപ്പുറത്തേക്ക് സൈനികമായും സാമൂഹികമായും രാഷ്ട്രീയമായും പ്രതിരോധത്തിൻ്റെ മേഖലകളിൽ അവർ ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇന്ത്യ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുള്ളത് കൊണ്ടുകൂടിയാണ് അവർ എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ, ആ സമിതിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ അവർ തയ്യാറായത്. നാളെ ചിലപ്പോൾ അതൊക്കെ ചർച്ച നടത്തി വീണ്ടും അവരൊന്നായേക്കാം. പക്ഷേ ഇന്ന് അവരെ അതിന് ധൈര്യപ്പെടുത്തിയത് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദമാണ്, നരേന്ദ്രമോദിയുമായിട്ടുള്ള സൗഹൃദമാണെന്നുള്ളത് വ്യക്തമാണ്.